മച്ചാമാരെ വെറും 329 രൂപ 50 പൈസയ്ക്കാണ് ഈ ഒരു വിമാനത്തിൽ ഞാൻ കയറിയത്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു വിമാനം 1 മണിക്കൂറും 5 മിനിറ്റും യാത്ര ചെയ്താണ് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കുറഞ്ഞ പ്രൈസിന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വിമാനയാത്ര നടത്താമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കും പോകാം, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വിമാനയാത്ര നടത്തുന്ന ഒരു കമ്പനിയാണ് അലയൻസ് എയർ. അലയൻസ് എയർ ആണ് നമ്മുടെ കേരളത്തിലും ഏറ്റവും കുറഞ്ഞ പ്രൈസിന് വിമാനയാത്ര സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കൊച്ചിയിൽ നിന്നും 630 രൂപ ബേസിക് ചാർജിൽ തമിഴ്നാട്ടിലെ സേലം എയർപോർട്ടിലേക്കാണ് അലയൻസ് എയർ നിലവിൽ സർവീസ് നടത്തുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ സേലത്തേക്കും ഈ പറഞ്ഞ പോലെ കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു അലയൻസ് എയർ സർവീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ആ വഴിയും തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ. ആദ്യമായിട്ട് ഒരു വിമാനയാത്ര നടത്താൻ ആഗ്രഹമുള്ളവരും വിമാനയാത്ര നടത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്കും അതൊരു ഉപകാരമായിരിക്കും. ഇനി നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്നതും തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടുന്നതാണ്. അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് എപ്പോഴും ബസ്സുണ്ട്. രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെ ഈ കാണുന്ന AC ബസ് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഒരാൾക്ക് 60 രൂപയാണ് ചാർജ് വരുന്നത്. ഓരോ അരമണിക്കൂറിലും ഈ ഒരു ബസ്സിൻ്റെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നിങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ സാധിക്കും. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ നിങ്ങൾ കാണാം ഇത്ര ആളുകളാണ് ഈ ഒരു ബസ്സിൽ കയറാനുള്ളൂ. സീറ്റ് ഒന്നും ഫുള്ള് പോലും അല്ല, സീറ്റ് കാലിയാണ്. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോകാം. പക്ഷേ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇരുന്ന് പോരാൻ ചാൻസ് തീരെ കുറവാണ്. ആദ്യം കയറി കഴിഞ്ഞാൽ ഇരുന്ന് പോരാം. ഈ ഒരു ബസ്സിൽ നമ്മൾ ബസ് യാത്ര അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈവറിൻ്റെ അടുത്താണ് പൈസ കൊടുക്കേണ്ടത്. ഈ ഒരു ബസ് ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും 2 സ്ഥലത്തും പോകുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങുക. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈ ഒരു ബസ്സിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഇൻ്റർനാഷണൽ പിക്കപ്പിൻ്റെ അവിടെ പോയി നിൽക്കുക. ഡൊമസ്റ്റിക്കിൽ നിന്നാൽ നല്ല തിരക്കുണ്ട് ഈ കാണുന്ന പോലെ. എന്തായാലും നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് മേടിക്കാൻ പോവുകയാണ്. ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ കയറാനായിട്ട് ടിക്കറ്റും ആധാർ കാർഡോ ID കാർഡോ എന്തെങ്കിലും മതി. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടുന്ന അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റിൻ്റെ കോപ്പിയും ആധാർ കാർഡും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ബോർഡിംഗ് പാസ് തരും. നിങ്ങൾ ടിക്കറ്റ് എടുത്തത് മൊബൈലിൽ കാണിച്ചു കൊടുത്താൽ മതി. ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവർക്ക് സംശയമുണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ കയറ്റില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെക്കിംഗ് കൗണ്ടറിൽ നിന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോകണം. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പേഴ്സ് മൊബൈൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ അകത്തേക്ക് കയറ്റിവിടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്കിംഗ് കൗണ്ടറിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. അല്ലെങ്കിൽ നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെ പോലെ എയർപോർട്ടിൽ കറങ്ങി നടക്കും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റ് നമ്പർ ഏതാണ് അവിടെ പോവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്ലൈറ്റിലേക്ക് കയറാം. ഇവിടെ ഈ കാണുന്ന ഒരു ചുവന്ന ബസ്സിലാണ് നമ്മൾ വിമാനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ചില ഫ്ലൈറ്റിൽ അങ്ങനെയല്ല, നമ്മൾ ഡയറക്റ്റ് വിമാനത്തിലേക്ക് കയറുമായിരിക്കും. ഇവിടെ ഒരു മുട്ടൻ കോമഡി വന്നു. ഞാൻ ഈ ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്ട് എൻ്റെ ക്യാമറ എടുത്തില്ല. അവിടെ നിന്ന് സെക്യൂരിറ്റികളോടും മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചിട്ടും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. പക്ഷേ മാലാഖ പോലെ ഒരു ചേച്ചി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതെ, നമ്മുടെ ബോർഡിംഗ് പാസ് വാങ്ങി നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറ്റിവിടുന്ന ആ ഒരു ചേച്ചി. ഒന്നും ബേജാറാവേണ്ട സാർ, ഇപ്പോൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോളും ആ ബസ്സും പറഞ്ഞു വിട്ട് നമ്മുടെ ക്യാമറ ആ ബസ്സിൽ തിരിച്ചെടുത്ത് കൊണ്ട് തന്നു. പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. എന്തായാലും ആ ഒരു ചേച്ചിക്ക് എൻ്റെ എല്ലാ നന്ദിയും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഞാൻ കാരണം ആ ഒരു ഫ്ലൈറ്റ് ലേറ്റായിട്ടൊന്നുമില്ല. ഏറ്റവും അവസാനമാണ് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയത് എന്ന് മാത്രം. അതുകൊണ്ട് വളരെ ധൃതി പിടിച്ച് കയറിപ്പോയതുകൊണ്ട് കയറുന്ന ഷോട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കുക. പിന്നെയാണെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. ഈ ഒരു ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് ഒരു ചെറിയ കുപ്പി വെള്ളം കിട്ടും. അത് നിങ്ങൾക്ക് 2ാമത് വേണമെങ്കിലും 3ാമത് വേണമെങ്കിലും അവർ ഫ്രീ ആയിട്ട് തന്നെ തരും. അലയൻസ് എയറിൻ്റെ ഈ ഒരു ഫ്ലൈറ്റ് ഒരു ATR ഫ്ലൈറ്റാണ്. ഇത് ഒരുപാട് ദൂരത്തേക്ക് പറന്നുയരില്ല, ഒരു മീഡിയം റേഞ്ചിലാണ് പറക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമി കണ്ടിട്ട് പോകാം. കേരളവും തമിഴ്നാടൊക്കെ കണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഇടയ്ക്ക് കുറച്ച് മേഘങ്ങളുടെ ഭാഗത്ത് എത്തുമ്പോൾ മാത്രം
താഴെ നോക്കിക്കഴിഞ്ഞാൽ വെള്ള കളറാണ് ആ മേഘം, അതിലാണ്ട് വേറെ ഒന്നുമില്ല. ഈ കാണുന്ന പോലെ എൻജിൻ്റെ സൈഡിലാണ് നമ്മൾ ഇരുന്നത്. അതിൻ്റെ ലീഫ് കറങ്ങുന്നതാണ് ആ കാണുന്നത്. കണ്ടോ, നമ്മൾ വിമാനത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കേരളത്തിലെ മനോഹരമായ കാഴ്ചയാണ്. നല്ല പച്ചപ്പുള്ള കേരളം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പോകാം. അത് വേണം കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിക്ക സമയത്ത് നിങ്ങൾക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എങ്കിൽ ഇതിന് ഗ്ലാസ് ഒന്നും വൃത്തിയാക്കാത്തതുകൊണ്ട് കുറച്ച് മങ്ങലാണ്, എന്നാലും കാണാം. ഇതാണ് എൻ്റെ സീറ്റിൻ്റെ ഒരു സെറ്റപ്പ്. ബാക്ക് സൈഡ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഒരു ഏകദേശം നല്ല ഹൈറ്റ് എത്തിയത്തേക്കും ഒരു 3:40 ആയി. അന്നേരത്തേക്ക് നല്ല ഹൈറ്റിലെത്തി, പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. കേട്ടോ, നമ്മൾ തമിഴ്നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉള്ള കാഴ്ചയാണിത്. അത്യാവശ്യം ക്ലിയറായിട്ടാണ്, പക്ഷേ ഗ്ലാസ്സൊക്കെ നല്ല പൊടി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഫ്ലൈറ്റ് പറന്നുയരുമ്പോഴും ലാൻഡ് ചെയ്യുന്ന സമയത്തും തീരെ കുലുക്കോ മറ്റോ ഒന്നുമില്ല. ചില ഫ്ലൈറ്റൊക്കെ നമ്മൾ പറന്നു വരുമ്പോൾ നല്ല ഒരു വൈബ്രേഷനും ഭയങ്കര സൗണ്ടും KSRTC ബസ്സൊക്കെ കട്ടറി ചാടി പോകുന്ന ഒരു ഫീലൊക്കെയാണ്. പക്ഷേ ഇവിടെ കുറച്ച് സൗണ്ടുണ്ട്. ഈ വിമാനത്തിൽ സീറ്റൊന്നും അങ്ങനെ കാണിക്കാനൊന്നുമില്ല. ഈ കാണുന്നതാണ്. നമ്മളങ്ങനെ സേലം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് വിമാനം. ഇവിടെ ഇറങ്ങി നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ എങ്കിൽ കറക്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഒരു ഇൻഡിഗോ ATR ഫ്ലൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് യാത്രക്കാരെയൊക്കെ അവൾ വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി. ഈ കാണുന്ന ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തൊട്ട് പുറകെ തന്നെ വന്നു. അതുകൊണ്ട് അതിലെ യാത്രക്കാരും ഇതിലെ യാത്രക്കാരൊക്കെ മിക്സ് ആകാണ്ടിരിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് നമ്മളവിടെ നിന്ന് മാറ്റി. വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് സേലം എയർപോർട്ട്. ഈ ഒരു എയർപോർട്ടിൽ നിന്ന് നമുക്കാണെങ്കിൽ പുറത്തേക്ക് ടാക്സിക്ക് പോവാം, അല്ലെങ്കിൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നടക്കാവുന്നുള്ളൂ. നമ്മുടെ സേലത്തുള്ള ഒരു ഹൈവേയിലെത്തും. ആ ഹൈവേയുടെ അവിടെ ബസ് സ്റ്റോപ്പുണ്ട്. പക്ഷേ അവിടെ ഒട്ടുമിക്ക ബസ്സും നിർത്തില്ല. ലോക്കൽ സർവീസ് നടത്തുന്ന ബസ് മാത്രമേ നിർത്തുള്ളൂ. അതുകൊണ്ട് നിർത്തുന്ന ബസ്സിൽ കയറി അടുത്തുള്ള ഓമലൂർ ടൗൺ പോയി ഇറങ്ങുക. ആ ടൗണിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇഷ്ടം പോലെ ബസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മറ്റും നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ട്രെയിനിൽ കയറി വീട്ടിൽ പോരുക, അത്രേ ഉള്ളൂ. ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്താലോ? ഫ്ലിപ്കാർട്ടിൽ കയറുക. ഈ കാണുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു പേജിലെത്തുക. അവിടെ നമ്മൾ കൊച്ചി ടു സേലമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പത്രവാർത്തയൊക്കെ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്, കുറഞ്ഞ പ്രൈസിൽ സേലത്തേക്ക് പോകാമെന്ന്. അതിനുശേഷം ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് 630 രൂപയ്ക്ക് ഇപ്പോൾ 1050 രൂപയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ്. ടിക്കറ്റ് തീരുന്തോറും ഇവർ പൈസേനെ കൂട്ടി പോകുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഇപ്പോൾ ടിക്കറ്റ് ഉള്ളത് ബാംഗ്ലൂരിൽ നിന്ന് സേലത്തേക്കാണ്. കൊച്ചിയിലെ ടിക്കറ്റൊക്കെ ഈ ആൾക്കാർ അറിഞ്ഞേ പിന്നെ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ പ്രൈസുള്ള ടിക്കറ്റൊക്കെ വളരെ പെട്ടെന്ന് തീരുകയാണ്. ഈ കാണുന്ന പോലെ നിങ്ങൾ കൂപ്പൺ കോഡൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ടിക്കറ്റ് ചാർജ് കുറയുന്നതായിരിക്കും. പക്ഷേ അവസാന പേയ്മെൻറ്റ് പേജ് ചെന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കൂടുന്നതായിരിക്കും. ലാസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് പേജ് പോയി കഴിഞ്ഞാൽ 630 രൂപയാണ് അപ്പോൾ അടിക്കാൻ കാണിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ പത്രവാർത്തയൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ആദ്യത്തെ ടിക്കറ്റൊക്കെ വളരെ പെട്ടെന്ന് വിറ്റ് പോവുകയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് വരുന്നതാണ്. വരുമ്പോൾ 2-3 ദിവസത്തേക്ക് ഒന്നിച്ച് വരാറുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിലവിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ടിക്കറ്റ് കിട്ടുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. 1050 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് ടിക്കറ്റ് കിട്ടും. അത് മിക്ക സമയത്തും കിടക്കുന്നുണ്ട്, മിക്ക ദിവസങ്ങളും കിടക്കുന്നുണ്ട്. പക്ഷേ 630 രൂപയുടെ ടിക്കറ്റ് പെട്ടെന്ന് തീരുകയാണ്.